നവഗ്രഹങ്ങളിൽ വെച്ചും ഏറ്റവും പ്രധാനിയായാണ് ആദിത്യ ഭഗവാനെ കാണുന്നത്. ഗ്രഹപ്പിഴകൾ എന്ന് നമ്മളെല്ലാം സാധാരണഗതി പറയാറുണ്ട്. കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ഇങ്ങനെ ഓരോരോ ശനി സംബന്ധമായ ദോഷദുരിതങ്ങൾ. അതുകൂടാതെ ഒരു ദശാകാലം മാറി മറ്റൊരു ദശയിലേക്ക് പോകുന്നതായിട്ടുള്ള ദശാസന്ധി സമയങ്ങൾ, ഇത്തരം ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ടാവും. ഇവയെല്ലാം നമ്മളെ ഇട്ട് വട്ടം കറക്കും. എന്ന് പറഞ്ഞാൽ സാമ്പത്തികവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിലും എന്താണെന്നറിയാതെ നമ്മളെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടേയിരിക്കും. ഇത്തരം പ്രതിസന്ധികളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടി ജ്യോതിഷപ്രകാരം നോക്കിയിട്ട് നക്ഷത്രവും ഗ്രഹനിലയൊക്കെ വെച്ച് നോക്കി പല വിധത്തിലുള്ള പരിഹാര കർമ്മങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നവഗ്രഹങ്ങളുടെ പ്രീതിക്ക് വേണ്ടി, ഗ്രഹങ്ങളിലെ ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി. ആ നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനിയായ വ്യക്തിയാണ് ആദിത്യ ഭഗവാൻ. ആദിത്യ ഭഗവാന്റെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതിനും നവഗ്രഹങ്ങളുടെ ഓരോരുത്തരുടെയും അഷ്ടോത്തര മന്ത്രങ്ങൾ ജപിക്കുന്നതിനും പിന്നെ എല്ലാവിധത്തിലുള്ള ആരോഗ്യ സമൃദ്ധിക്ക് വേണ്ടി സാക്ഷാൽ മഹാദേവനെയും ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കാനും എല്ലാം, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സർവ്വദേവതാ പ്രീതിക്ക് വേണ്ടിയുള്ള പുണ്യമായ സന്ദർഭമാണ് വിഷു മുതൽ അങ്ങോട്ട് വരുന്ന ആ 10 ദിവസം എന്ന് പറയുന്ന 10-ാമതയം എന്ന് പറയുന്ന സമയം.